നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷീല കുരാക്കാർ. കേരളത്തിലെ വേനൽ മഴ വൈകുന്നത് എൽ നിനോ പ്രതിഭാസം മൂലം. വോട്ടർ പട്ടികയിൽ അർഹതയുള്ള ആരെയും ഒഴിവാക്കുന്നില്ലെന്ന് ഗ്യാനേഷ് കുമാർ. ചെമ്മനം ചാക്കോയുടെ ജന്മശതാബ്ദി ഇന്ന്. 100 വനിതകളുടെ രാത്രിയാത്ര ഇന്ന്. പാചകവാതക വില കൂട്ടി. മരിയാന നൈസ്ലർ US കോൺസൽ ജനറൽ. സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യ 25 റാങ്കിൽ 11 വനിതകൾക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിലെ വേനൽ മഴ വൈകുന്നത് എൽ നിനോ പ്രതിഭാസം മൂലം. ചൂട് കടുത്തിട്ടും സംസ്ഥാനത്ത് വേനൽ മഴ വൈകുന്നു. പസഫിക് സമുദ്രത്തിലെ എൽ നിനോ പ്രതിഭാസത്തിന്റെ സ്വാധീനമാണ് മഴ വൈകാൻ കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. സാധാരണ മാർച്ചിൽ ലഭിക്കേണ്ട വേനൽ മഴ വൈകുന്നത് കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയെ സാരമായി ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. നിലവിൽ സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലെയും താപനില സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഏറിയിട്ടുണ്ട്. പാലക്കാട്, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് അടുക്കുകയാണ്. ഈ മാസം 2-ന് കണ്ണൂർ വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ 37 ഡിഗ്രി സെൽഷ്യസ് രാജ്യത്ത് തന്നെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനിലകളിലൊന്നാണ്. പുലർച്ചെ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പകൽ ചൂട് കൂടുതലാണ്. ഏപ്രിലിൽ ഇതിലും കഠിനമായ ചൂട് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. അന്തരീക്ഷ ഈർപ്പം കൂടുന്നത് മൂലം അനുഭവപ്പെടുന്ന ചൂടിന്റെ നിരക്കിലും വർധനയുണ്ട്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ തീവ്രത സൂചിപ്പിക്കുന്ന UV നിരക്കും സംസ്ഥാനത്ത് അപകടകരമായ നിലയിലാണ്. മിക്ക ജില്ലകളിലും UV നിരക്ക് 8-ന് അടുത്താണ്. വേനൽമഴയുടെ അസാന്നിധ്യം സംസ്ഥാനത്തെ കർഷകരെയും കാർഷിക വിളകളെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. മാർച്ച് മുതൽ മെയ് വരെ കൃത്യമായ വേനൽമഴ കിട്ടിയാൽ മാത്രമേ ശുദ്ധജല ക്ഷാമത്തിൽ നിന്നും കൃഷിനാശത്തിൽ നിന്നും രക്ഷ നേടാനാകും. മഴയില്ലെങ്കിൽ കിണറുകളിലെയും ജലാശയങ്ങളിലെയും ജലനിരപ്പ് ക്രമാതീതമായി താഴും. ഏലം, കുരുമുളക് തുടങ്ങിയ നാണ്യവിളകളെയും തെങ്ങ്, കമുക കൃഷികളെയും മഴയുടെ അഭാവം പെട്ടെന്ന് തളർത്തും. വനമേഖലകൾ ഉണങ്ങുന്നത് കാട്ടുതീ പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. വോട്ടർ പട്ടികയിൽ അർഹതയുള്ള ആരെയും ഒഴിവാക്കില്ലെന്ന് ഗ്യാനേഷ് കുമാർ. അർഹതയുള്ള ഒരാളും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടില്ലെന്നും അർഹതയില്ലാത്ത ഒരാളെയും ഉൾപ്പെടുത്തില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. പട്ടികയിൽ ഉൾപ്പെടുന്നതിനോ ഒഴിവാക്കുന്നതിനോ ഇപ്പോഴും അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. പരാതികളുണ്ടെങ്കിൽ സമർപ്പിക്കാനുമാകും. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഏറ്റവും സുതാര്യമായ രീതിയിലാണ് നടപ്പാക്കിയതെന്നും അദ്ദേഹം ആവർത്തിച്ചു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പാർട്ടികൾക്ക് പരാതിയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ECI നെറ്റ് വെബ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കോൺഗ്രസും CPM-ഉം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഒട്ടേറെ പരാതികൾ ഉന്നയിച്ചു. ചെമ്മനം ചാക്കോയുടെ ജന്മശതാബ്ദി ഇന്ന്. കവി ചെമ്മനം ചാക്കോയുടെ ജന്മശതാബ്ദി ഇന്ന് പിറവത്തിനടുത്ത് മുളക്കുളത്ത്. 1926 മാർച്ച് 7-നാണ് ചാക്കോ ജനിച്ചത്. ജോലി സംബന്ധമായി ദീർഘകാലം തിരുവനന്തപുരത്ത് താമസിച്ച അദ്ദേഹം 2005 മുതൽ തൃക്കാക്കര പടമുകളിലായിരുന്നു താമസം. 2018 ഓഗസ്റ്റ് 15-ന് അന്തരിച്ചു. തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നാളെ ജന്മശതാബ്ദി ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. മാവേലിപുരം ഓണം പാർക്കിൽ വൈകിട്ട് 5:30-ന് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്യും. ചെമ്മനം അനുസ്മരണ പ്രഭാഷണം പ്രൊഫസർ M. തോമസ് മാത്യു നിർവഹിക്കും. ചെമ്മനത്തിന്റെ മകൾ ഡോക്ടർ ശോഭ ജോർജ് പ്രതിസ്മരണ നടത്തും. 100 വനിതകളുടെ രാത്രിയാത്ര ഇന്ന് തിരുവനന്തപുരത്ത്. രാജ്യാന്തര വനിതാ ദിനത്തോട് അനുബന്ധിച്ച് പാട്ടിന്റെ കൂട്ടുകാർ എന്ന ചാരിറ്റി മ്യൂസിക് ക്ലബിന്റെ വനിതാ വിഭാഗമായ വാനമ്പാടികൾ ഇന്ന് അർദ്ധരാത്രി 12-ന് ശേഷം നഗരത്തിൽ നൈറ്റ് വാക്ക് നടത്തുന്നു. 100 വനിതകൾ നഗരത്തിലെ 22 കേന്ദ്രങ്ങളിൽ നിന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമെന്ന് വാനമ്പാടി പ്രസിഡന്റ് R. അനിതമ്മ, സെക്രട്ടറി നസീർ മണക്കാട്, രക്ഷാധികാരി R. വേണുഗോപാലൻ നായർ എന്നിവർ പറഞ്ഞു. തുടർന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ സിറ്റി പോലീസ് വനിതാ സെൽ CI കവിത വനിതാ ദിന സന്ദേശം നൽകും. നൈറ്റ് വാക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കിഴക്കേക്കോട്ട ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഇന്ന് രാത്രി 10:30-ന് സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക് നിർവഹിക്കും. സ്ത്രീകളുടെ രാത്രികാല സുരക്ഷ ഉറപ്പാക്കുന്നതിന് കേരള പോലീസ് ആവിഷ്കരിച്ച നിർഭയ നിശ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് നൈറ്റ് വാക്ക് സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. പാചകവാതക വില കൂട്ടി. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വില 60 രൂപ കൂട്ടി. 853 രൂപയായിരുന്നു പഴയ വില. ഇന്നു മുതൽ 913 രൂപയാണ് ഒരു സിലിണ്ടറിന് നൽകേണ്ടി വരിക. രാജ്യാന്തര വിപണിയിൽ ഇന്നലെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. ഇറാൻ US യുദ്ധം നീളുമെന്ന ആശങ്ക കാരണമാണിത്.
മരിയാന നൈസിലർ US കോൺസുൽ ജനറൽ. മരിയാന എൽ നൈസിലർ ചെന്നൈയിലെ US കോൺസുൽ ജനറലായി ചുമതലയേറ്റു. താഷ്കെൻഡ് US എംബസിയിൽ രാഷ്ട്രീയ സാമ്പത്തിക കൗൺസിലറായിരിക്കെയാണ് നിയമനം. ക്രിസ് ഹോഡ്ജസിന്റെ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് ചുമതല. ജെറുസലേം, അമ്മാൻ US എംബസികളിൽ ഡെപ്യൂട്ടി എക്കണോമിക് കൗൺസിലറായിരുന്നു. ദുബായ്, മോസ്കോ എന്നിവിടങ്ങളിലും സേവനമനുഷ്ഠിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യ 25 റാങ്കിൽ 11 വനിതകൾ. ഇത്തവണത്തെ സിവിൽ സർവീസസ് ജേതാക്കളിൽ ആദ്യ 25 റാങ്കിൽ 11 വനിതകളുണ്ട്. ഇക്കുറി ജനറൽ വിഭാഗത്തിൽ 317 പേരുൾപ്പെടെ ആകെ 958 പേരെയാണ് IAS, IFS, IPS ഉൾപ്പെടെയുള്ള സർവീസുകളിലേക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. 258 പേരുടെ റിസർവ് പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ട്. ഇക്കുറി IASൽ 180, IFSൽ 55, IPSൽ 150 ഒഴിവുകൾ ഉൾപ്പെടെ ആകെ 1087 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. 2 പേരുടെ ഫലം തടഞ്ഞുവെച്ചിട്ടുണ്ട്. ആകെ അപേക്ഷകൾ 9,37,876. പ്രിലിമിനറി പരീക്ഷ എഴുതിയത് 5,76,793. മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയത് 14,161. അഭിമുഖത്തിന് യോഗ്യത നേടിയത് 2,736. നിയമനത്തിന് ശുപാർശ ചെയ്തത് 958. യോഗ്യത നേടിയ പുരുഷന്മാർ 659. യോഗ്യത നേടിയ സ്ത്രീകൾ 299. യോഗ്യത നേടിയവരിൽ ശാരീരിക വെല്ലുവിളിയുള്ളവർ 42. അസ്ഥി സംബന്ധമായ വെല്ലുവിളികൾ നേരിടുന്നവർ 10. കാഴ്ച പരിമിതർ 14. കേൾവി വെല്ലുവിളിയുള്ളവർ 9. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.